ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആകെ പട്ടികയിൽ ചുരുക്ക പട്ടിക ഷോർട്ട് ലിസ്റ്റ് മാത്രമാണ്. ഇനി നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഫിസിക്കലുകളും അവരുടേതായിട്ടുള്ള മെഡിക്കലുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പൊ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ച ഏകദേശം എത്രയാണ്? 4068 പേരാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. നോക്കുവാണെങ്കിൽ ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ ഒരു കട്ട് ഓഫ് അനാലിസിസ് നോക്കുവാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഏകദേശം 50-ന് മുകളിൽ തന്നെ എല്ലാ ജില്ലകളിലും കട്ട് ഓഫ് വന്നിട്ടുണ്ട്. പിന്നെ 50 കട്ട് ഓഫ് വന്നത് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് ഒരു 50 റേഞ്ച് കട്ട് ഓഫ് വന്നത്. കണ്ടോ, ചുരുക്ക പട്ടികയിൽ 4068 പേരുണ്ട്. അതിൽ തന്നെ മെയിൻ ലിസ്റ്റിലുള്ളവരെ എണ്ണം എന്ന് പറയുന്നത് 2648 പേര് മെയിൻ ലിസ്റ്റിലും, പിന്നീട് ബാക്കി 1420 പേരാണ് ഈ സംവരണ പട്ടികയിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. അല്ലെ, ഇതിൽ തന്നെ ഇടുക്കിയിലാണ് ഏറ്റവും വലിയ പട്ടിക, ഏകദേശം 379 പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ പട്ടിക എന്ന് പറയുന്നത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്, 167 പേരാണ്. കാരണം കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ ഓൾറെഡി പറഞ്ഞു 50-ന് മുകളിലാണ് കട്ട് ഓഫ് വന്നത്. 50 മുതൽ 60 വരെ കട്ട് ഓഫ് റേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ ജില്ലകളിലും നോക്കുവാണെങ്കിൽ കണ്ടോ, തിരുവനന്തപുരം 195 പേരുണ്ട്. തിരുവനന്തപുരത്ത് എവിടെ? മുഖ്യ പട്ടികയിൽ മെയിൻ ലിസ്റ്റിൽ 195 പേരും ഉപപട്ടികയിൽ 106 പേരും, അങ്ങനെ ടോട്ടൽ 301 പേരാണ് തിരുവനന്തപുരത്ത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കട്ട് ഓഫ് വന്ന 59 കട്ട് ഓഫ് വന്നിരിക്കുന്നത്, 59.67. അതേപോലെ കൊല്ലം ടോട്ടൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 234 പേരാണ്. കട്ട് ഓഫ് വന്ന 57 ആണ്. പത്തനംതിട്ട 167 പേര് ടോട്ടൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 167 പേര്. കട്ട് ഓഫ് 56 ആണ് വന്നത്. പിന്നീട് ആലപ്പുഴയിൽ ടോട്ടൽ 232 പേരാണ്. കട്ട് ഓഫ് 51 ആണ് വന്നത്. അതേപോലെ കോട്ടയം 374 ആണ്. കട്ട് ഓഫ് 53 ആണ്. ഇടുക്കി ടോട്ടല് 379 പേരും. കട്ട് ഓഫ് 52 റേഞ്ചും വന്നിട്ടുണ്ട്. എറണാകുളം ആണെങ്കിൽ ടോട്ടൽ 310 പേരും. കട്ട് ഓഫ് 59 ആണ് വന്നിരിക്കുന്നത്. തൃശ്ശൂര് ടോട്ടൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 305 പേര്. കട്ട് ഓഫ് വന്നിരിക്കുന്ന 57 ആണ്, 57 പോയിന്റ് സംതിങ് ആണ്. പാലക്കാട് 306 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു. പാലക്കാട് വന്ന കട്ട് ഓഫ് 58.67 ആണ്. മലപ്പുറം 375 പേരും, വന്ന കട്ട് ഓഫ് 55 ആണ്. കോഴിക്കോട് 304 പേരും, കോഴിക്കോട് കട്ട് ഓഫ് 56.67 ആണ്. വയനാട് 235 പേര്, 52 ആണ് കട്ട് ഓഫ് വന്നത്. കണ്ണൂരിലേക്കാണെങ്കിൽ 235 പേരും, കട്ട് ഓഫ് വന്ന 58ഉം. പിന്നീട് കാസർഗോഡ് 311 പേരും, വന്നത് 50 ആണ് കട്ട് ഓഫ്. അങ്ങനെ ടോട്ടല് 4068 പേര് ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 2648 പേര് മെയിൻ ലിസ്റ്റിലാണ് വന്നത്. ആ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ മെയിൻ ലിസ്റ്റിലും 1420 പേര് അതിന്റെ തന്നെ സബ് കാറ്റഗറി പട്ടികയിലുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് ലിസ്റ്റ് മാത്രമാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തുണ്ടാവും? നിങ്ങൾക്ക് അതുമായിട്ട് ബേസ് ചെയ്തുള്ള ഫിസിക്കൽ ടെസ്റ്റുകളും അതേപോലെ മെഡിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് മാത്രമാണ് മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കേണ്ടത് കട്ട് ഓഫ് റേഞ്ച് ആണ്. എല്ലാ ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ 45-ന് മുകളിൽ 45-നും 55-നും റേഞ്ചൊക്കെ എന്നൊരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം എല്ലാ ജില്ലകളിലും 50-ന് മുകളിലേക്കായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നോക്കുവാണെങ്കിൽ ഓരോ വർഷവും മത്സരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ എക്സാമിൽ ഇതിലും ഉയർന്ന കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി, ഇപ്പോൾ ഈ പ്രാവശ്യം കിട്ടാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കരുത്. അടുത്ത എക്സാമിന് വേണ്ടി, അടുത്ത സിവിൽ എക്സൈസ് ഓഫീസറിന്റെ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റ് സിവിൽ എക്സൈസ് വരുന്നുണ്ട്, CPO വരുന്നുണ്ട്, ഫയർമാന്റെ വരുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ഓരോ വർഷവും വർഷാവർഷമാണ് വിളിക്കുന്നത്. ഈ വർഷം ഡിസംബറിൽ തന്നെ ഈ പറഞ്ഞ CPOയുടെയും സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും ഫയർമാന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും. ആ ഒരു എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത എക്സാമിന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് കട്ട് ഓഫിൽ ഇൻക്ലൂഡ് ചെയ്തവരോടാണ് പറയാനുള്ളത്, ഇനി നിങ്ങൾ നേരിടാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ടെസ്റ്റുകളായിരിക്കും, മെഷർമെന്റ് ടെസ്റ്റുകളായിരിക്കും, മെഡിക്കലുകളായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ബാക്കി അപ്ഡേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കട്ട് ഓഫിൽ ഇൻക്ലൂഡ് ചെയ്തവരെ ഫിസിക്കലിന് വേണ്ടി തയ്യാറെടുക്കുക. ഈ കട്ട് ഓഫ് ക്ലിയർ ആകാത്തവര് അടുത്ത എക്സാം ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന അടുത്ത എക്സാമിന് വേണ്ടി ഇപ്പോഴേ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ അടുത്ത എക്സാമിന് നിങ്ങൾക്കും ഇതേപോലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ ഇടം പിടിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്.